കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ ഓടത്തെരുവിൽ കണ്ടെയ്നർ ലോറി പോസ്റ്റിലിടിച്ച് വാഹനാപകടമുണ്ടായി. അരീക്കോട് ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മദ് ഷഹീദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഹീദ്, എപ്പോഴായിരുന്നു ഈ അപകടം? ആർക്കും പരിക്കുകളൊന്നുമില്ലല്ലോ? അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. അതായത് കൂടരഞ്ഞിയിൽ അഖില റിപ്പോർട്ട് ചെയ്ത മുക്കം കൂടരഞ്ഞിയിൽ അപകടമുണ്ടായ ട്രാവലർ മറിഞ്ഞ അപകടമുണ്ടായ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഒരു അപകടത്തിന് കൂടി ഉച്ചതിരിഞ്ഞ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരീക്കോട് സ്വദേശി മുനീർ, മലപ്പുറം സ്വദേശി പ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ സ്ഥിരം അപകട മേഖല ആണ്. ബ്ലാക്ക് സ്പോട്ടായി അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലമാണ്. നിയന്ത്രണം വിട്ട് ഈ ലോറി ഒരു കറി പൗഡർ കമ്പനിയുടെ ലോറിയാണ്. ആ ചരക്കുമായി പോകുന്ന ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിന് ഇടിച്ച് തൊട്ടടുത്തുള്ള ഇരുമ്പ് കൈവരിക്ക് ഇടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. കാല് ബോണറ്റിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിൽ ഫയർഫോഴ്സ് എത്തി ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തേക്ക് എടുത്തത്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ബാരിക്കേഡിൽ അവിടെയുള്ള ഈ ഇരുമ്പ് കൈവരിയിൽ ഇടിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് 40 അടി താഴ്ചയാണ് താഴെയുള്ളത്. അപകടത്തിലേക്ക് പോകുകയായിരുന്നു. അത്തരം അപകടം ഒഴിവായി. പക്ഷേ തുടർച്ചയായി അപകടം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ചും ഈ കോഴിക്കോട് മുക്കം ഭാഗത്ത് ഇന്ന് തന്നെ രണ്ടാമത്തെ അപകടം ഉണ്ടായിരിക്കുന്നു.